ഗവൺമെന്റ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വികാരം മുതലാക്കി. പിണറായി വിജയന്റെ ഗവൺമെന്റ് വരാൻ നമ്മൾ എത്ര സലാത്താ ചൊല്ലിയത്? സലാത്ത് നഗർ, കുത്തുറാത്തീബ്, ദിക്ർ ഹൽക്ക അല്ലേ, എന്തെല്ലാം നടത്തി. അങ്ങനെ കൊണ്ടുവന്നല്ലേ ചുമന്നോളി. 10 കിലോ പോത്തിറച്ചി പരട്ടി കൊടുത്താൽ പോയി വോട്ട് കുത്തുന്ന ബുദ്ധൂസുകളായിട്ട് ഈ സമുദായം മാറുന്നുവെങ്കിൽ സങ്കടമുണ്ട്. ചിരിപ്പിക്കാതെ എന്റെ പൊന്നു ഷാജിയെ. മതത്തിന്റെ പേരും പറഞ്ഞിട്ട് വോട്ട് തെണ്ടുന്ന നീയൊക്കെ എന്തിനാടാ കിടന്ന് കൊണക്കുന്നേ? 10 വർഷം ഇരുന്ന് കുത്തു തരുന്നത്ര പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട്. ഇജ്ജിയാണ് കുത്തിയത്. ഇജ്ജ് സ്വലാത്ത് വെല്ലിന്ന് പറയണത്. ആ പച്ചക്കൊടി പിടിച്ചാല് സ്വർഗ കവാടം തുറന്നു കൊടുക്കുമെന്ന് നിന്റെ കൂടെയുള്ള തങ്ങന്മാരടക്കം പറയുന്ന വീഡിയോസ് ഇവിടെ തെളിവുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കൊടി പിടിച്ച ആ സ്വർഗം കിട്ടും എന്നുള്ളത്. ഇമാതിരി ഊളത്തരം പറഞ്ഞിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ചിട്ട് വോട്ട് തെണ്ടി ആ വോട്ടും വാങ്ങിയിട്ട് പോക്കറ്റിലിട്ടിട്ട് മന്ത്രിയായി ആ കസേരയിൽ കയറിയിരുന്ന ആ പാവപ്പെട്ട ആളുകൾ കൊടുത്ത ഓരോ വാഗ്ദാനങ്ങളും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞവനാണ് നീ വല്ലാണ്ട കിടന്ന് കൊണക്കാൻ നിൽക്കരുത്. PM ശ്രീ നടപ്പിലാക്കില്ല, കടലിൽ കൊണ്ടുപോയി എറിയും. അവസാനം PM ശ്രീ തലയിൽ കയറ്റിച്ച് നടക്കുക. നരേന്ദ്രമോദി അടക്കമുള്ള RSSന്റെ ആളുകളെ ആരാധിക്കുന്നവനാണ് താൻ എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. നേരെ വീട്ടിലോട്ട് കിടക്കാൻ കേട്ട പിണറായി വിജയൻ തേച്ചൊട്ടിക്കണ കാണണ്ടേ ഈ പറയുന്ന PM ഷാജിയെ. PM ഷാജി അല്ലേ, KM ഷാജി. പ്രൈം മിനിസ്റ്റർ കറക്റ്റ്, PM ഷാജി. അതാണ് അനക്ക് പറ്റിയ പേര് കേട്ടാ. ഇത്ര എണ്ണത്തിനാടാ പറ്റിച്ച അധികാരത്തിൽ. കാണാ PMAY പോലെയുള്ള കാര്യത്തിൽ കോഴിക്കോട് കൗൺസിലർ പ്രതീക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല. അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിന് തടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. താമസിക്കുന്നവർ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതാരോ നൽകിയതാണ് എന്ന തരത്തിലൊരു അടയാളം വീട്ടിന് മുന്നിൽ വെക്കുന്നത് അവരുടേതല്ല, ആ വീട് എന്ന സന്ദേശമാണ് നൽകുന്നത്. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതാണ് നിലപാട്. ഈ നിലപാടില്ലായ്മ വിളിച്ചു പറയുന്ന PM ഷാജിയെ പോലെ PM ഷാജി അങ്ങനെ കിടക്കട്ടെ, ഇവരെ പോലുള്ള ആളുകളൊക്കെ തോളത്ത് കയറ്റി നടക്കുന്ന മുസ്ലിം ലീഗിന്റെ ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ. ഊളത്തരം പറഞ്ഞു നടക്കുന്ന KM ഷാജിയെ പോലുള്ള ആളുകൾ. ഇതൊന്നും കൂടാതെ അധികാരത്തിലേറാൻ ഞാൻ എന്തു നുണയും പറഞ്ഞ് നടക്കുമെന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയെ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ആ പാവപ്പെട്ട MLA ഒരു കാര്യം ചോദിച്ചുള്ളൂ, ആ നാട്ടുകാർക്ക് ഒരു പൊതു അവധി കൊടുത്തുകൂടെ എന്നുള്ളത്. ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തിരുന്നിട്ട് നിസ്കാരത്തായമ്പുള്ള ഒരുവൻ കിടന്ന് നുണ പറയുക. നിങ്ങൾ ആലോചിക്കണം. മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ആളുകൾ നിയമസഭയിൽ അത് കേട്ടിട്ട് പുറത്ത് വന്നിട്ട് പറയാ എന്നോട് പറഞ്ഞത് അതല്ല എന്നുള്ളത്. കൊള്ളാം. ഇമാതിരി ഊളത്തരം കാണിക്കുന്ന ആളുകളൊക്കെ ജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റി ഇരുത്തിയ നിങ്ങൾ മൂഞ്ചുവേ. ഇനി ഈ 5 കൊല്ലം കഴിയുമ്പോ നിങ്ങൾ ഇതിന് തന്നെയാണ് കുത്തുനിച്ചാ നിങ്ങളുടെ അധോഗതി പറയേണ്ടതായിട്ടില്ലല്ലോ. എടോ, നിയമസഭയിലൊക്കെ പോയിട്ട് കവലപ്രസംഗം നടത്തുകയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കവലപ്രസംഗം അല്ലാണ് നടത്തേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ എത്ര കടമുണ്ട് എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ആ സർക്കാർ ഇവിടെ ചെയ്തു വെച്ച് പോയിട്ടുള്ളത് എന്നുള്ളത്. അതൊക്കെ അറിഞ്ഞിട്ടും പിന്നെയും കവലപ്രസംഗം നടത്താൻ നിയമസഭയിലേക്ക് എന്ത് ഉണ്ടക്കാ കയറി ചെല്ലുന്നത്. നിങ്ങൾ അതിനൊക്കെ മറികടക്കാനുള്ള പണിയെടുക്കണം. നിങ്ങളത് മറികടക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട് ആളുകൾ വോട്ട് ചെയ്തപ്പോൾ അവിടെ കയറി ഇരുന്നിട്ട് പഴിചാരി നിൽക്കുന്നു. നിങ്ങൾക്ക് പഴിചാരാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്നെ ഇറക്കി നിങ്ങളുടെ കയറിയിരുന്നോന്ന്? പറഞ്ഞിട്ടൊന്നല്ലല്ലോ. നിങ്ങൾ അധികാരത്തിൽ കയറിയത് നിങ്ങളുടെ നുണപ്രചരണം കൊണ്ട് തന്നെയാണെന്നുള്ളതാ. അവിടെ എത്തിയതിന് ശേഷം കുറ്റം പറയുന്നു. കൊള്ളാം. ഇനി നട്ടല്ലില്ലാത്ത KM ഷാജിക്കുള്ള മറുപടി ഒന്നും കൂടി വ്യക്തമായിട്ടൊന്ന് കേൾപ്പിച്ചുതരാം. PMAY പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ അത് നിബന്ധനയാണ് എംബ്ലം വെക്കുന്നത്. ആ നിബന്ധനയിൽ പ്രധാനമന്ത്രി ഫോട്ടോ ഇല്ല. ഇപ്പൊ ഇടത് സർക്കാർ പറയുന്നത് ആ എംബ്ലം വെക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പദ്ധതി പിന്മാറിയത്. അല്ല, അങ്ങനല്ല പറയുന്നത്. ഫോട്ടോ വെക്കില്ല എന്നാണ് അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം, ആ ലോഗോയിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. ഞങ്ങളിപ്പോൾ അന്ന് ഈ 4.5 ലക്ഷത്തിലധികം ഒന്നും ആയിട്ടില്ല വീട്. 3 ലക്ഷത്തിലധികം തോന്നുന്നു ആയത്. 4 ലക്ഷത്തിനടുത്ത് എത്തുന്നു. അപ്പോൾ 3 ലക്ഷത്തിലധികം വീടിപ്പോൾ ആയിക്കഴിഞ്ഞു. അന്ന് പറഞ്ഞതാണ് ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോഗവും വെച്ചിട്ടില്ല, ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാനം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്. പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായവും അതിനില്ല. ഇതിൻ്റെ പണം ചെലവിടുന്ന കാര്യം മാത്രമല്ല,
ഈ ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഇതാരോ കൊടുത്തൊരു വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനം കാണുന്നത്. കേന്ദ്രം നൽകുന്ന 72,000 റുപ്യ, കേരളം കൊടുക്കുന്ന 4 ലക്ഷത്തിനടുത്ത് അല്ലെ. എന്നിട്ട് പിണറായി വിജയന്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചോ? ഇല്ല. പ്രൈം മിനിസ്റ്റർ യോജന അതവിടെ വെക്കണം, നരേന്ദ്രമോദിയുടെ ഫോട്ടോ അവിടെ വെക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ നടക്കില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ KM ഷാജി എന്നുള്ളതാണ്. ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഉളുപ്പില്ല. അവർ തന്നെ ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് നുണ വേണമെങ്കിലും പറയും, ഇവിടെ കയറി കഴിഞ്ഞാൽ അതൊന്നും ബാധകമല്ല എന്നുള്ളത്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അധികാരത്തിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത് തനി വിഡ്ഢികളെയാണ് എന്നുള്ളതാണ്. നിങ്ങളെ വിഡ്ഢികളാക്കി പറ്റിച്ച് അധികാരത്തിൽ കയറി അവർ ചെയ്യാൻ പോണെന്ന് കണ്ടോ? നരേന്ദ്രമോദിയെയും RSSനെയും BJPയെയും പൂവിട്ട് പൂജിക്കുന്ന ഒരു ടീമാണ് അവിടെ ഇരിക്കുന്നത്. എന്നെ ഇനി സംഘിയാക്കിക്കൊള്ളൂ എന്നാണ് KM ഷാജി പറഞ്ഞത്. ശരിയാണ്, നിങ്ങൾ തനി ചാണക സംഘി തന്നെയാണ് എന്നുള്ളതാണ്. തീർന്നില്ല കേട്ടോ, തീർന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ RSS കളസം അണിഞ്ഞ ആളാണ് പിണറായി വിജയൻ എന്ന്. ആരാണ് RSS കളസം അണിഞ്ഞതെന്ന് വ്യക്തമായിട്ട് നമുക്കിവിടെ ധാരണയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിലൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി ഈ വീഡിയോ തരും. നിർമ്മാണമെന്നേ പറയുന്നുള്ളൂ. വീടിന്റെ മുന്നിൽ ഒരു ബോർഡോ പോസ്റ്ററോ ഒന്നുമില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയാണ് അവിടെ കേന്ദ്രത്തിന്റെ ലോഗോ വെക്കണം ഈ വീടിന്റെ മുന്നിൽ. 72,000 രൂപയാണ് കിട്ടുക. 4 ലക്ഷം രൂപയാണ് നമ്മളൊരു വീട്ടിൽ ചെലവിടുന്നത്. 72,000 കഴിച്ച് ബാക്കി മുഴുവൻ സംസ്ഥാനം വഹിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു അത് സാധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾ ഇത്ര വീടുകൾ പൂർത്തിയാക്കി. ആ വീടിന്റെ മുന്നിൽ ഒരു ലോഗോ ഇല്ല, ആരുടെയും പടവും ഇല്ല. ആ വീട് അവരുടെ സ്വന്തമാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. ഒരു ലോഗോ വെക്കുന്ന നിലയുണ്ടായാൽ ഈ വീട് ഇങ്ങനെ കൊടുത്തൊരു വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. ഞങ്ങൾ അവരുടെ ആത്മാഭിമാനം പ്രധാനമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഒരു ലോഗവും വെക്കാൻ തയ്യാറല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിരിക്കുക. ഇവിടെ ആ വീടുകളിൽ കഴിയുന്നവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണത്. PMAY പോലെയുള്ള കാര്യത്തിൽ ഇവിടെ കോഴിക്കോടിന്റെ കൗൺസിലർ പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല, അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോവില്ല. വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്കുള്ള മറുപടി സത്യത്തില് ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയി എന്ന് എനിക്കറിയാം. എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടി പോകുന്നുള്ളതാ. മുസ്ലിം ലീഗ് പിരിച്ച് ആർക്കൊക്കെ വീട് കൊടുത്തു എന്നുള്ളൊരു കാര്യം കേട്ടിരുന്നല്ലോ അല്ലെ. പക്ഷെ അതില് ചെറിയ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം KM ഷാജിക്ക് നല്ല കിടിലൻ മറുപടി ഹാഷ്മി കൊടുക്കുന്നുണ്ട്, ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഒരു 10 വർഷക്കാലം KM ഷാജി എന്ന കാളത്തുടിക മുഹമ്മദ് ഷാജി എപ്പോ കണ്ടാലും ഒരു ഫൈറ്റർ ഫോർമാറ്റാണ്. വാക്കിന്റെ എൻകൗണ്ടർ, വെല്ലുവിളികൾ, ആഹ്വാനങ്ങൾ, അണികൾ കോരിത്തരിക്കും, പ്രസംഗത്തിൽ തീപാറും. എപ്പോഴും ഒരു നേരിന് വാടാ പോരിന് വാടാ മസ്കുലിൻ സെറ്റപ്പാണ്. ലീഗിന്റെ യുവനിരയിൽ കണിശമായ രാഷ്ട്രീയം പറയുന്ന ഒരു കരുത്തൻ. ആ പ്രതിപക്ഷ നിരയിൽ നിന്ന് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആധികാരികം, സമഗ്രം ഒരു രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം മാറാൻ കഴിയുമെന്നതിന്റെ അക്കാദമിക് സ്പെസിമൻ കോപ്പിയാണ് ഒറ്റ മാസത്തിൽ ശ്രദ്ധേയമായ നിലപാട് മാറ്റങ്ങളിൽ വേങ്ങരയുടെ സാമാജികൻ. ആദ്യം അത് PMCയിലാണ്. ഗാന്ധിയെയും നെഹ്റുവിനെയും ഇറക്കിവിട്ട RSSന്റെ സാഫ്രൺ സിലബസ് എവിടെ ഇട്ട് കത്തിക്കും, കൊട്ടയിലെറിയും, കല്ലുകെട്ടിത്താഴ്ത്തും എന്നൊക്കെ മെഗാട്ടൺ കുതിരശക്തിയിൽ ആഞ്ഞുതള്ളിയ നേതാവ് പറഞ്ഞു നാക്ക് വായിലോട്ടിട്ടതേ ഉള്ളൂ. അധികാര ലബ്ധി, മന്ത്രിസ്ഥാനം. ഏതാനും നാളുകൾക്കുള്ളിലാണ് ആ രാഷ്ട്രീയ നിലപാടുകൾ മലക്കം മറിഞ്ഞ് ക്ലാസിക്കൽ മറിച്ചടി. ഇന്നിപ്പോ പാവങ്ങളുടെ വീടുകൾക്ക് മുന്നിൽ അവരുടെ അഭിമാനബോധത്തിൽ ആ സൗജന്യത്തിന് നിത്യസ്മാരകമായി ചാപ്പയടിച്ചു വെക്കാൻ പറയുന്ന ഒരു ലോഗോയും പൊക്കി പിടിച്ച് മന്ത്രി അരാഷ്ട്രീയ പരിഹാസ ചോദ്യമാണ്. ഈ ലോഗോയിൽ ആരുടെയെങ്കിലും മുഖം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ആ ലോഗോയിലേക്ക് നോക്കിയാൽ വ്യക്തമായും കാണാം സംസ്ഥാനങ്ങളുടെ ഗതികേട് മുതലെടുക്കുന്ന ഒരു ഫെഡറൽ വിരുദ്ധ പണി. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പേരിൽ കിട്ടുന്ന ടാക്സ് വെട്ടിക്കുറവിന്റെ ശിക്ഷ, അങ്ങേയറ്റം കാരുണ്യമില്ലാതെ നിയമവിരുദ്ധമായി പിടിച്ചുവെക്കപ്പെടുന്ന കോടിക്കോടി ഫണ്ടുകൾ, അത് കിട്ടാൻ അടിച്ചേൽപ്പിക്കുന്ന സംസ്ഥാന വിരുദ്ധ ഉപാധികൾ, ഈ കൊട്ടിപ്പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നഗരത്തിൽ ഒരു വീട് വെക്കാൻ കൊടുക്കുന്ന എത്രയാ? 1.5 ലക്ഷം രൂപ. ഗ്രാമത്തിൽ 72,000. UPയിലും ബീഹാറിലും പറ്റിയേക്കും. ഈ കേരളത്തിൽ 72,000 ഒരു കാക്കക്കാലിന് ഷെഡ് വെക്കാൻ പറ്റുമോ? എന്നിട്ട് എന്തോന്ന് ലോകം, എന്തിനു വേണ്ടിയാണ് സാഹിബെ കേന്ദ്രത്തിന് വേണ്ടി വെള്ളയടി? അറബിക്കടലിൽ മുസല്ലേട്ട് നിസ്കരിച്ചാലും RSSുമായി സന്ധിയില്ല എന്ന് പ്രസ്താവിച്ച് CH പറഞ്ഞോ? ഖായിദമില്ലത്ത് പറഞ്ഞോ? അധികാരത്തിലേക്ക് എത്തിയാൽ അടിസ്ഥാന രാഷ്ട്രീയം മറക്കുന്ന ഈ പൊളിറ്റിക്കൽ അംനീഷ്യ. ഏത് സർക്കാർ പദ്ധതി പ്രകാരമാണെങ്കിലും ആ കിടപ്പാടം അവന്റെ അവകാശമാണ്. ആ അവകാശത്തിന് മണ്ടക്ക് ഏതെങ്കിലും ഔദാരിച്ചാപ്പയടിക്കാൻ അത് മോഡിയാണെങ്കിലും ഷാജിയാണെങ്കിലും ഇന്നാട്ടിൽ നടപ്പില്ല. ഈ കേരളത്തിന്റെ അടിമവിരുദ്ധ പോരാട്ടങ്ങൾ സാക്ഷ്യം. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. നിങ്ങൾ അടിമപ്പെട്ടോളൂ. RSSന് ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ അടിമപ്പെടില്ല. ഞങ്ങൾ ഒരിക്കലും ആ കാൽക്കൽ പോയി വീഴില്ല. VD സതീശൻ ആദ്യം അദാനിയുടെ അടുത്ത് പോകുന്നു, RSSന്റെ കാര്യാലയങ്ങളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് നേരെ വന്ന് നടപ്പിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? വോട്ട് തരൂ മക്കളെ, നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ മോടി പിടിപ്പിച്ചോളൂ.
എന്താ പറഞ്ഞേ? എന്താ ഉണ്ടായേ? ഇപ്പൊ പിഴയടച്ചൊരു വിധായി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ, അതായത് മുസ്ലിം ലീഗ് 50 വീട് കൊടുത്തു എന്നൊരു കാര്യം നമുക്കറിയാം. പക്ഷെ അതിലെന്തൊക്കെയോ ട്വിസ്റ്റ് ഉണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നത്. നമുക്ക് കുറച്ച് നാട്ടുവർത്തമാനായാലോ? ഇവിടെ ഇപ്പൊ എത്ര വീടുകളാണ് ഉള്ളത്? ഇത് ആര് വെച്ചു കൊടുത്താണ് ഈ വീടുകളൊക്കെ? മുസ്ലിം ജമാഅത്തിന്റെ 12 വീടുകൾ. അപ്പൊ ഈ കാണുന്നത് മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയാണ്, അത് എ പി ഉസ്താദ് വെച്ചു കൊടുത്താണ്. അപ്പൊ ഇതിന്റെ ബാക്കിൽ എത്ര വീടുകളാണ് യൂസുഫ് അലി വെച്ചു കൊടുത്തത്? 35 വീടുകൾ യൂസുഫ് അലി വെച്ചു കൊടുത്തു. അപ്പൊ ഈ കാണുന്ന 8 വീടുകൾ ആര് വെച്ചു കൊടുത്താണ്? അത് ഗവൺമെന്റ് കോൺട്രാക്ട് മലപ്പുറം ജില്ലാ കോൺട്രാക്ട് അസോസിയേഷൻകാർ വെച്ചു കൊടുത്താണ് ഈ 8 വീടുകൾ അല്ലെ? ജില്ലയിൽ നിന്നാണ് അവിടെ കോൺട്രാക്ടിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ജില്ലാ കോൺട്രാക്ട് അസോസിയേഷൻ എന്നാണ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ ഭാഗത്ത് എത്ര വീടുകൾ അല്ലാണ്ട് ഈ സന്നദ്ധ സംഘടനകൾ വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്? അതിപ്പോ നമ്മൾ ഇവിടെ കിടപ്പല്ല, ഇതിന്റെ വീട് 3 പേര, 3 പേരുണ്ട്. അതാര് വെച്ച് കൊടുത്താണ്? സ്കൂളുകാർ വെച്ചിട്ടാണ്. സ്കൂളുകാർ വെച്ച് കൊടുത്താണ്. ഈ മുസ്ലിം ലീഗിന്റെ ഇതിൽ ഇവിടെ എത്രയെങ്കിലും വീടുകൾ വെച്ചിട്ടുണ്ടോ? ഈ ഏരിയയിൽ ഒരൊറ്റ വീടില്ലല്ലോ. പിന്നെ ഈ ഇത് ഇവിടെ മൊത്തം താമസിക്കുന്നവരല്ലേ? കവളപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരാണല്ലോ ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പോരെ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. ഞങ്ങൾ കവളപ്പാറ ഏരിയയിലില്ല, ഈ ഏരിയയിലില്ല. ഇങ്ങനെ ഊഞ്ഞാലാട്ടാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പാവപ്പെട്ട മുസ്ലിം ലീഗിലുള്ള കുറെ അണികൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാ. ഇവരെന്ത് ചെയ്താലും അങ്ങ് നിന്ന് കൈയടിച്ചു കൊടുക്കണം കേട്ടാ. എടോ, നിങ്ങൾ ജനാധിപത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? ഇവർ കാണിക്കുന്ന ഊളത്തരം കൈയും കെട്ടി നോക്കി നിൽക്കരുത്. നിങ്ങൾ ആ കൊടി പിടിച്ചോ, നിങ്ങൾ ഇൻഖിലാബ് വിളിച്ചോളൂ, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാർ കാണിക്കുന്ന ഊളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് പിന്നെ എന്തിന് കൊള്ളാം? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പ്രതിപക്ഷത്ത് തന്നെയാണ് ഏത് കാലഘട്ടത്തിൽ നിന്നിട്ടുള്ളത്. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്ത് തന്നെയാണ് നിന്നിട്ടുള്ളത്. വി ഡി സതീശൻ നിൽക്കുമ്പോൾ പിന്നെ വി ഡി സതീശന്റെ കൂടെ നിൽക്കണം. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. പ്രതിപക്ഷം ശക്തമാകുമ്പോൾ ഭരണപക്ഷം ശക്തമാകും, അവർ പണിയെടുക്കും. അവർക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, അത് ഫാസിസ്റ്റ് മനോഭാവമാണ്, അത് മുതലാളിത്ത മനോഭാവമാണ്, ഇത് ജനാധിപത്യ വിരുദ്ധവുമാണ് എന്നുള്ളതാണ്. അങ്ങനെ നട്ടല് പണയം വെക്കാതെ നെഞ്ചു വിരിച്ച് സത്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട ആളുകളുണ്ടോ? നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വരിക. പൗരനെ പോലെ നിങ്ങളും സംസാരിക്കുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.